ശ്രീ പി എം ഹർഷോ, അങ്ങനെ നാട്ടുകാരും അറിയാതെ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് രഹസ്യമായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം മദ്യനയം മാറിയത് പോലും ആയി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ കമ്പനിക്ക് മാത്രം അറിയുന്ന തരത്തിൽ സർക്കാർ ഇതൊരു സ്വേച്ഛയാ ചെയ്ത കാര്യം, അതിലൊരു സ്വജനപക്ഷപാതത്തിന്റെ പങ്ക്, ഇതൊക്കെയാണ് ആരോപിക്കപ്പെടുന്നത്. എന്താണ് അതിന് മറുപടി? അല്ല, അത് മദ്യനയം ഉൾപ്പെടെ സർക്കാരിൻ്റെ നയങ്ങളെല്ലാം തന്നെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അത് പൊതുസമൂഹത്തിൻ്റെ മുൻപിലുള്ള കാര്യമാണ്. അതിനകത്ത് വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും ഈ നാടിനെ അറിയാവുന്നതാണ്. ഈ നാടിനെ അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടി പ്രയാസമുള്ള കാര്യമല്ല. ഇപ്പോൾ വന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇവർ തുടക്കത്തിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് പുറകോട്ട് വന്ന് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയുടെ പ്രശ്നം എന്തേ നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചൊരു അപേക്ഷ കാണിച്ചില്ല എന്നുള്ളിടത്ത് എത്തി നിൽക്കുക. എവിടെ വലിയ കേരളം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ അഴിമതി ആരോപണത്തിൽ അഴിമതിയിൽ തുടങ്ങി ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കത്ത് കൊടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നോട്ടീസ് കൊടുത്തില്ല എന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ ഇത് ഓരോ ദിവസം ചെല്ലും തോറും ഇവരിതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരും എന്നുള്ളതിനകത്ത് തർക്കമില്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു, ഇതിനകത്ത് ഞങ്ങൾ കുളിച്ചു വെക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ഇതിനകത്ത് അവരെ സംബന്ധിച്ച് അവർക്ക് സാധ്യമാകുന്ന നിലയിലുള്ള എല്ലാ കോലാഹലങ്ങളും ഒപ്പിച്ചുകൊള്ളുക, കോലാഹലങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. കാരണം ഇവർ സൃഷ്ടിക്കുന്ന പുകമറയുണ്ടല്ലോ, ആ പുകമറയ്ക്കകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട് പോയിട്ടുള്ള മനുഷ്യരുണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ വിശ്വാസം ആർജിക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, പക്ഷേ ആദ്യഘട്ടത്തിൽ പി എം ഹർഷ വരുന്നതിന് മുമ്പ് ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ പറ്റിയാണ്. ഇത് മദ്യനയത്തിനു കീഴിൽ വരുന്ന ഒന്നാണ്, മദ്യനയത്തിന് കീഴിൽ വരുന്ന ഒന്നാണ്. അവിടെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള കാര്യങ്ങൾ ബാധകമാകില്ല. എന്തുകൊണ്ട് അത് മാറ്റി നിർത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ല, ഏതെങ്കിലും നിലയ്ക്ക് നിയമവിരുദ്ധമായൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായ ഇടപെടലുണ്ട് എങ്കിൽ ഇവർക്ക് ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയെ സമീപിക്കാമല്ലോ. ഇതിനു മുൻപ് പല ആവർത്തി ഇവർ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചിട്ടുള്ളതാണല്ലോ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. പല ഘട്ടത്തിലും ഇവിടെ പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ എന്താ പറയുക, പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞതിൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും നിയമപരമായി ഇതിനെ നേരിടുന്നേ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുന്നതേ. ഇവിടെ നിയമസഭയിലൊരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതിന് പോലും ആർജവമില്ലാത്ത ധൈര്യമില്ലാത്ത പ്രതിപക്ഷമാണ്. അവർ കോടതിയെ സമീപിക്കുമെന്നുള്ളത് നമുക്ക് കാണാമല്ലോ. അങ്ങനെ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിനകത്ത് നിയമപരമായ ഒരു ശരികേടും ഉണ്ടായിട്ടില്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. സമാനമായ നിലയിൽ ഒറ്റ കാര്യം കൂടി ശ്രീ പി എം ഹർഷ, അതായത് എന്തുകൊണ്ട് 99 മുതൽ ഇങ്ങോട്ട് എല്ലാ സർക്കാരുകളും ഇപ്പൊ മാറി ആയിട്ടല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്, എല്ലാ സർക്കാരുകളും അനുവർത്തിച്ചു പോകുന്ന മദ്യനയത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ മാറ്റമുണ്ടാകുന്നു, നയത്തിൽ മാറ്റമുണ്ടാകുന്നു. അങ്ങനെ ആ നയത്തിൽ മാറ്റമുണ്ടാകുന്നു. ആ സമയത്ത് തന്നെയാണ് ഒരു കോളേജിനുള്ള ഭൂമി ഏറ്റെടുക്കുക എന്ന പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഒയാസിസ് കമ്പനി അവിടെ ഭൂമി വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന കാലം ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഇത് നേരത്തെ കൂട്ടിയുള്ളൊരു ഗൂഢാലോചന, ഈ പറയുന്ന മദ്യനയത്തിലെ മാറ്റമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇന്നിപ്പോ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും എന്നാണ്. എന്നിട്ട് എന്ത് പ്രതിപക്ഷ നേതാവിന് ഇതിൻ്റെ വസ്തുത മുൻ പ്രതിപക്ഷ നേതാവിന് വസ്തുത മനസ്സിലാവാത്തത് അദ്ദേഹം അരിയാഹാരം കഴിക്കുന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നേരത്തെ ഇവരുടെ തന്നെ ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പ്രയാഗ കോളേജാണെന്നാണ് എൻ്റെ ഓർമ്മ. പ്രയാഗ കോളേജിൻ്റെ വളപ്പിലാണ് ഈ സംരംഭം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അടക്കമുള്ള പല പുകമറകളും ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 99 കാര്യം സൂചിപ്പിച്ചു മാധു. 99 അന്ന് ഉയർന്നു വന്ന അപേക്ഷകരുടെ ഉയർന്നു വന്ന പരാതികളെ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു നിലപാടാണ്. ഇനി ഈ നാടിനകത്ത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നയങ്ങൾ, നിലപാടുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ സ്വാഭാവികമായും കാലോചിതമായ മാറ്റം ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ മുൻപിൽ ഈ 2024 മാത്രം എത്തനോളുമായി ബന്ധപ്പെട്ട് ENA യുമായി ബന്ധപ്പെട്ട് 3000 കോടിയോളം
രൂപയുടെ എത്തനോളും എണ്ണയും കേരളത്തിലേക്ക് മഹാരാഷ്ട്ര ഉൾപ്പെടെ കർണാടക ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ടെന്നേ. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം ഇന്നിപ്പോൾ ബഹുമാനോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ സഭയിൽ 400 കോടിയോളം രൂപ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് മാത്രമായിട്ട് ചെലവ് വരുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്നുള്ളത് സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഗുണകരാവുന്ന ഒന്നല്ലേ. അവിടെയും അവസാനിക്കുന്നില്ല. ഇപ്പം ഈ ഒരൊറ്റ സംരംഭവുമായി ബന്ധപ്പെട്ട് മാത്രം 650ഓളം തൊഴിലവസരങ്ങൾ നേരിട്ട് ലഭ്യമാണ്. അതിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പുതുതായി സൃഷ്ടിക്കപ്പെടുകയാണ്. സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന നിലയിലേക്ക് പുതിയ സംരംഭങ്ങൾ, പുതിയ വ്യവസായങ്ങൾ ഈ നാടിനകത്തേക്ക് വരിക എന്നുള്ളത് നാടിൻ്റെ പൊതുവായ ആവശ്യമാണ്. നാടിൻ്റെ പൊതുവായ ഒരാവശ്യങ്ങളോടും കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും അനുകൂലമായ സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നതിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ